ജീവിതത്തിന്റെ എത്ര വലിയ കൂരിരുട്ടുകൾ വന്നാലും ആ കൂരിരുട്ടിനകത്തൂടെ ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നീ എന്നോടുകൂടെ ഇരിക്കുന്ന ആര്? ദൈവം കൂടെ ഇരിക്കുക. സുഖ ദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തില് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലുമുള്ള സകല തരത്തിലുള്ള അനുഭവങ്ങളും സ്വീകരിക്കേണ്ടവനാണ്. ചിലപ്പോൾ കഷ്ടമായിരിക്കും, നഷ്ടമായിരിക്കും, തിന്മയായിരിക്കും, നന്മയായിരിക്കും, വെളിച്ചമായിരിക്കും, ഇരുളായിരിക്കും. 23-ാം സങ്കീർത്തനം ചമയ്ക്കുന്ന സമയത്ത് സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്: കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ജീവിതത്തിൽ കൂരിരുളുകൾ വന്നാൽ ആ താഴ്വരെ കൂടെ പോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ബൈബിളിൽ വാക്യമുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുകയാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ലെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകൾ മേൽ വഹിച്ചുകൊള്ളും. സിംഹത്തിനുമേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സ്നേഹിത, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നിച്ചു പറയാം, ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ എത്ര വലിയ കൂരിരുട്ടുകൾ വന്നാലും ആ കൂരിരുട്ടിനകത്തൂടെ ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീ എന്നോടുകൂടെ ഇരിക്കുന്ന ആര്? ദൈവം കൂടെ ഇരിക്കുക. 23-ാം സങ്കീർത്തനത്തിന്റെ വിവരണം യഹോവ എന്റെ ഇടയനാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ആടുകൾക്ക് പ്രൊട്ടക്ഷനായി ഒരു ഇടയനുണ്ട്, ആടുകൾക്ക് സൂക്ഷിപ്പുകാരനായി ഒരു ഇടയനുണ്ട്. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ എനിക്കൊരു നല്ല ഇടയനുണ്ട്. എന്നിട്ട് പറയാ, പച്ചയായ പുൽത്തുകടിയിൽ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിച്ച് പ്രാണനെ തണുപ്പിച്ച്. എന്നിട്ട് പറയുക, ഇങ്ങനൊക്കെ നിനക്ക് ലഭിക്കുമ്പോഴും ഒരു കൂരിരുട്ടിന്റെ അനുഭവം നിനക്കുണ്ടെങ്കിൽ നീ പേടിക്കണ്ട, അവിടെയും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്നിട്ട് തരുന്ന സന്ദേശമാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്തിനാണ് വടിയും കോലും? 1, നിനക്കെതിരെ വരുന്ന ശത്രുവിനെ നിഗ്രഹിക്കാനാണ്. 2, നിനക്ക് അനുഭവിക്കാൻ ദൈവം വെച്ച സ്തോത്രം നിന്റെ പരിധിക്കപ്പുറത്തുള്ള വൃക്ഷത്തിലെ ഇലകളെ ചായ്ച്ചു തരാനാണ് സ്തോത്രം വടിയും കോലും കൂടെയുള്ളത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അർഹിക്കാത്ത പല നന്മകളും നിനക്ക് സ്വർഗത്തിൽ നിന്ന് ചായ്ച്ചു തരാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. നമ്മുടെ ധൈര്യം എന്താ? ഏത് കൂരിരുട്ടി കൂടെ പോയാലും ഒരു അനർത്ഥവും ഭവിക്കത്തില്ല, എനിക്കൊരു ഇടയനുണ്ട്. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ തകർക്കുന്ന രോഗമെന്ന ഇരുട്ട്, ശാപമെന്ന ഇരുട്ട്, പരാജയമെന്ന ഇരുട്ട് അവരെ വേട്ടയാടുമ്പോൾ കർത്താവേ, അതിനകത്ത് ഒരനർത്ഥവും ഭവിക്കാതെ രാജകീയമായി ജീവിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഗോഡ് ബ്ലസ് യു.